സമ്മതം, പൂർണ്ണ സമ്മതം എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കയ്യും കെട്ടി കണ്ണും പൂട്ടി നിരന്നിരുപ്പായി. സമയം കുറെ കഴിഞ്ഞിട്ടും അമൃതം വായിൽ വീഴുന്നില്ല. അണകളും കോച്ചിത്തുടങ്ങി. ഓരോരുത്തർക്കും കൃത്യമായി വായിൽ ഒഴിച്ചു കൊണ്ടുവരുന്നതിനാലായിരിക്കണം താമസമെന്ന് ഓരോരുത്തരും വിചാരിച്ചു. ഒടുവിൽ ക്ഷമയറ്റ് ഒരുത്തൻ പകുതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ പെണ്ണിന്റെ പൊടി പോലും അവിടെയില്ല. അതുകേട്ട് മറ്റുള്ളവരെല്ലാവരും പകച്ച് കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി. അമൃതവാണിയുമില്ല, അമൃതുമില്ല, ആരുമില്ല. അമ്പടി കള്ളി എന്ന് ഗർജിച്ചുകൊണ്ട് അവർ ചാടി എഴുന്നേറ്റു. എന്തു ഫലം! വളരെ നിരാശയോടും ജാള്യതയോടും കൂടി അസുരന്മാർ താന്താങ്ങളുടെ ആലയങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭക്തവത്സലനായ വൈകുണ്ഠപതി മായാമോഹിനി വേഷം പരിത്യജിച്ച് തൽക്ഷണം തന്നെ അമൃതം ദേവകൾക്കായി ദാനം ചെയ്തു. അസുരന്മാരിൽ നിന്നും അമൃതവാണിയുടെ വേഷം ധരിച്ച് അമൃതം കൊണ്ടുപോന്നത് അരവിന്ദ നയനനാണെന്നറിഞ്ഞ് രാഹു എന്ന ഛായാസുരൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം പൂണ്ട് അമൃത് ഭുജിക്കുന്ന അവസരത്തിൽ അമരന്മാരുടെ അരികത്ത് വന്നു നിന്ന് യാചിച്ചു. ഹേ പുണ്യവാന്മാരെ, നിങ്ങൾ കഴിക്കുന്ന പീയൂഷത്തിന്റെ ഒരംശം ഈ വൃദ്ധനും കൂടി തരണേ. ദേഹം സ്വാധീനമില്ലാത്തതുകൊണ്ട് ആ പുണ്യാമൃതം ലേശം കഴിച്ചാൽ ഒരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ചോദിക്കുന്നതാണ്. ദയവു തോന്നി അല്പം തരണേ. ദേവന്മാർക്ക് ദയവു തോന്നി തങ്ങൾ ഭക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അമൃതത്തിന്റെ ഒരംശമെടുത്ത് ആ വൃദ്ധ വിപ്രന് അവർ നൽകി. കമലാകാന്തന്റെ കൽപ്പനയനുസരിച്ച് ശത്രു നിരോധനാർത്ഥം ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ ആ സമയം ഓടിവന്ന് പറഞ്ഞു, ഇവൻ ബ്രാഹ്മണനല്ല, പാപിയായ അസുരനാണ്. ഇവന്റെ വായിൽ ദംഷ്ട്രങ്ങൾ നിൽക്കുന്നത് കാണുന്നില്ലേ? ഇതുകേട്ട് ലക്ഷ്മി വല്ലഭൻ തന്റെ സുദർശനമെടുത്ത് അവന്റെ കഴുത്തിന്റെ നേർക്കെറിഞ്ഞു. അമൃതത്തിന്റെ ഒരംശം കണ്ഠത്തിൽ തങ്ങിയിരുന്നതിനാൽ കണ്ഠമറ്റുപോയെങ്കിലും തലയും ഉടലും വേർപെടാതെ ഒരു പാമ്പിനെ പോലെ നിലത്തു വീണിഴഞ്ഞു. തൊണ്ടയിൽ അമൃതാംശം പറ്റിയിരുന്നതിനാൽ തലയ്ക്കു ജീവനുണ്ടായി. ഉദരത്തിൽ അമൃതം പ്രവേശിക്കാതിരുന്നതിനാൽ ഉടലിന് ജീവനില്ലാതെയും വന്നു. ആ അസുരന്റെ പേര് വിധുന്ധുതൻ അല്ലെങ്കിൽ രാഹു എന്നാണ്. ജീവനില്ലാത്തതും എന്നാൽ തലയിൽ നിന്നും വേർപെടാത്തതുമായ ഉടലിന് കേതു എന്നും പേർ സിദ്ധിച്ചു. തന്നെ ഒറ്റിക്കൊടുത്തതു മൂലമുള്ള വൈരാഗ്യം തീർക്കാൻ ആ അസുരൻ അമാവാസി ദിവസം സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും ആക്രമിക്കാറുണ്ട്. അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും.